പാലക്കാട്ടും ഇന്ന് രാവിലെ മറ്റൊരു അപകടമുണ്ടായി. 2 പേരാണ് മരിച്ചത്. ബൈക്കിൽ ലോറിയും കൂട്ടിയിടിച്ച ആയിരുന്നു അപകടം. പുതുപ്പരിയാരം എസ്റ്റേറ്റ് ജംഗ്ഷനിലാണ് അപകടം നടന്നത്. ബൈക്ക് യാത്രികരാണ് മരിച്ച 2 പേരും. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, മരിച്ചവർ ആരൊക്കെയാണ്, അവരെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ, അപകടം എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൂടി. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. പാലക്കാട്ടാണ് വീണ്ടും അപകടം നടന്നത്. നമുക്കറിയാം, പാലക്കാട്ട് അപകടം മലയാളികൾ മറന്നിട്ടില്ല. സ്കൂൾ കുട്ടികളുടെ മുകളിലേക്ക് സിമൻറ്റ് ചാക്കുമായി വന്ന ലോറി മറിഞ്ഞുണ്ടായ അപകടം, 4 പെൺകുട്ടികൾ മരിച്ച അപകടം. അതിൻ്റെ ഞെട്ടിൽ നിന്ന് മാറുന്നതിന് മുമ്പാണ് വീണ്ടും പാലക്കാട്ട് അപകടം നടക്കുന്നത്. 2 മരണം. കൂടുതൽ വിവരങ്ങൾ അരുൺ ആലത്തൂർ. പാലക്കാട്ടാണ് വാഹനാപകടത്തിൽ 2 പേർ മരിച്ചിട്ടുള്ളത്. അരുൺ ആലത്തൂർ. വിനോദ്, പാലക്കാട് ബൈക്കും ലോറിയും ഇടിച്ചാണ് 2 മരണം ഉണ്ടായിരിക്കുന്നത്. പുതുപ്പരിയാരം എസ്റ്റേറ്റ് ജംഗ്ഷനിൽ വെച്ചാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായത്. മരിച്ചിരിക്കുന്ന യുവാക്കളുടെ പേര് വിവരങ്ങൾ, ഒന്ന് കണ്ണൻ, പിന്നൊന്ന് റിൻഷാദ് എന്നിവരാണ്. ഇതിൽ ഈ ലോറി അത് പാലക്കാട് ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു. അതേസമയം തന്നെ യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക്, ഇരുചക്ര വാഹനം, അത് കോഴിക്കോട് ദിശയിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്നു. നല്ലൊരു മൂടൽ മഞ്ഞ് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികളായ ആളുകൾ പറയുന്നത്. പിന്നെ പെട്ടെന്ന് ഈ 2 വാഹനങ്ങളും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. വാഹനങ്ങൾ കൂട്ടിയിടിച്ചതോടുകൂടി തന്നെ യുവാക്കൾ 2 പേരും 2 വശത്തായി റോഡിന്റെ വിവിധ ഭാഗങ്ങളിലായി ചിതറി വീഴുകയായിരുന്നു. അതേസമയം തന്നെ ഉടൻ തന്നെ വാഹനത്തിന് തീപിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അമിത വേഗതയാണോ അപകട കാരണം എന്നുള്ള സംശയമുണ്ട്. ഏതായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങളും മറ്റുമൊക്കെ പരിശോധിച്ചു വരികയാണ്. നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ തന്നെ ഈ കല്ലടിക്കോട് നമുക്കറിയാം, വാഹനം പനയമ്പാടം ഭാഗത്ത് വെച്ചാണ് നിരന്തരം അവിടെ വാഹനാപകടങ്ങൾ സംഭവിച്ചത്. അതേ ഒരു ദേശീയപാത തന്നെയാണിത്. ആ ദേശീയപാതയിൽ തന്നെയാണ് ഇത്തരത്തിൽ പുതുപ്പരിയാരം ഭാഗത്ത് എസ്റ്റേറ്റ് ജംഗ്ഷനിൽ വെച്ച് വീണ്ടും ഒരു അപകടം ഉണ്ടായിരിക്കും. ഇന്ന് പുലർച്ചെയാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അരുൺ, അതേപോലെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇപ്പോൾ അപകടമുണ്ടായ ദേശീയപാതയിൽ തന്നെ. അപ്പോൾ കഴിഞ്ഞ ദിവസം 4 കുട്ടികൾ മരിച്ച ആ അപകടം, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണോ ഈ അപകടവും? അല്ല, അത്തരത്തിലല്ല. ഈ അതേ ദേശീയപാത തന്നെയാണ്. പക്ഷെ അതിൽ പുതുപ്പരിയാരം ഭാഗത്താണ് ഈ അപകടം സംഭവിച്ചത്. ഇവിടെ നിന്നും ഏകദേശം 20 കിലോമീറ്ററിലേറെ ദൂരമുണ്ട് നേരത്തെ അപകടം സംഭവിച്ച ആ ഭാഗത്തേക്ക്. ഏതായാലും ഈ പാത, അതായത് ഈ പാലക്കാട് കോഴിക്കോട് വ്യക്തമാണ്. പാലക്കാട്ട് ഇന്ന് പുലർച്ചെയാണ് ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച 2 യുവാക്കൾ മരിക്കുന്ന വാർത്ത ഉണ്ടായത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.